ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഇരുമ്പമ്പുളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. നമ്മുടെ അവിടെ ഇരുമ്പമ്പുളി എന്നാണ് പറയുക, നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഇരുമ്പമ്പുളി നല്ലതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, നുറുക്കിയിട്ട്. ഇനി നമുക്കിതിലോട്ട് നല്ല തിളപ്പിച്ച വെള്ളം കേട്ടോ, തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ ഫുള്ളായിട്ട് ഒരു 10-15 മിനിറ്റ് തിളച്ച വെള്ളത്തിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ പുളി ഒന്ന് വാടിക്കിട്ടും കേട്ടോ. ആ പുളിയൊക്കെ പോയിട്ട് ഇനി നമ്മളൊരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കായ നമ്മുടെ കയ്യിൽ പൊടിയല്ലായിരുന്നു കേട്ടോ, അപ്പോൾ അതൊന്നും ചീന്തി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കായ നല്ലതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാനായിട്ടാട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കായം നല്ലതുപോലെ മുരിഞ്ഞു വരുന്ന ടൈമിൽ നമ്മൾ ഒരു ചെറിയ സ്പൂൺ ചെറിയ സ്പൂണാണെങ്കിൽ ഒരു 1.5 സ്പൂണൊക്കെ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കായവും ഉലുവയും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, ഇതൊക്കെ നമുക്കൊന്ന് നല്ലതുപോലെ ക്രഷറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഇരുമ്പമ്പുളി വെള്ളത്തിൽ നിന്ന് വാറ്റ വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം നന്നായി പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കായവും ഉലുവി നല്ലതായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ പവിത്രം എള്ളെണ്ണയാട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ചെയ്യേണ്ടത് കടുക് പൊട്ടിക്കാൻ കേട്ടോ. 1 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതും ഒപ്പം തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലതായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇഞ്ചി, പച്ചമുളകൊക്കെ. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് അപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അത് മൊരിഞ്ഞ് വരുമ്പോൾ കരിയാൻ പാടില്ല കേട്ടോ, നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം. നമ്മൾ നേരത്തെ വാറ്റ വെച്ചേക്കുന്ന നമ്മുടെ ഇരുമ്പമ്പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇരുമ്പമ്പുളി ഇട്ടിട്ട് നമുക്ക് ചെറുതായി ഒന്ന് നല്ലപോലെ മിക്സ് ആക്കാം. നമ്മളൊരു കാര്യം ഇടാൻ മറന്നിട്ടുണ്ട്, ഉപ്പ് നമ്മൾ ലാസ്റ്റ് ടൈമിലാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള പുളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സുർക്കിയാട്ട, വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന കായം, അതുപോലെ തന്നെ ഉലുവ, ആ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഉപ്പ് ഇത്തിരി ലേശം മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക, കാരണം ഇരിക്കും തോറും ഉപ്പും പുളിയും കൂടി വരും നമുക്ക്. അപ്പോൾ ഇത്തിരി മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു അടിപൊളി ഇരുമ്പമ്പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും ബൈ ബൈ.